ഞാനൊരുമാതിരി ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്ന പോലൊരു അവസ്ഥയിലായിരുന്നു. അതുപോലെ പാറി പറന്നിങ്ങനെ നടക്കുവായിരുന്നു. ഒരുപാട് ആഗ്രഹിക്കുകയും സ്വപ്നം കാണുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല. നമുക്കതൊക്കെ സാധിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു എഫേർട്ട് നമ്മുടെ ഭാഗത്തുനിന്നും കൂടെ അതിലുണ്ടാവണം. കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ ട്രാവൽ ചെയ്യണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ നമ്മൾ ചില കാര്യങ്ങളിലൊക്കെ കുറച്ച് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ട്രാവൽ ചെയ്യണം ബട്ട് പൈസയില്ല എന്നാൽ ഞാൻ എന്റെ കംഫർട്ട് സോണിൽ നിന്ന് ഇറങ്ങി വരത്തുമില്ല എന്ന് പറഞ്ഞിരിക്കുന്നവർ അങ്ങനെ ഇരിക്കലേ ഉണ്ടാവുള്ളൂ. കുറച്ചുനാൾ അങ്ങനെയൊക്കെ ഇരുന്നതിന് ശേഷമാണ് ഈ പോകുന്ന കാലവും ഈ സമയവും ഒന്നും തന്നെ എനിക്ക് ഇനി തിരിച്ചു കിട്ടില്ല എന്നുള്ള നഗ്ന സത്യം മനസ്സിലാക്കി ഞാൻ ഈ തെണ്ടി തിരിയാൻ ഇറങ്ങിയത്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പാർട്ട് 1 വീഡിയോ ഇട്ടിട്ട് നീ എങ്ങോട്ടാണ് ഓടിപ്പോയത്, കാണുന്നില്ലല്ലോ, വീഡിയോ എവിടെ, ബാക്കി എവിടെ എന്നൊക്കെ ചോദിച്ച ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. എല്ലാവരോടും ഞാൻ എങ്ങും പോയില്ല, ഇവിടെ തന്നെ ഉണ്ട്. കുറച്ച് മൂഡ് സ്വിങ്ങും ഇത്തിരി ഡിപ്രഷനും പിന്നെ അതിലൊക്കെ ഉപരി നല്ല രീതിയിൽ വട്ടുവെള്ള ഞാൻ അതിനൊക്കെ ഒന്ന് സൈഡാക്കി തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഒരു ബ്രേക്ക് എടുത്തായിരുന്നു. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ നമുക്ക് പാർട്ട് 2 കാണാം. പാർട്ട് 1 കാണാത്തവർക്ക് ഞാൻ മുകളിൽ ലിങ്ക് കൊടുക്കാം, പോയി കണ്ടിട്ട് വരണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കാശ്മീർ എത്തി ആദ്യത്തെ ദിവസം ഹൗസ് ബോട്ടിലെ സ്റ്റേ ഒക്കെ എൻജോയ് ചെയ്ത് നെക്സ്റ്റ് ഡേ മോർണിംഗ് എന്റെ ആദ്യത്തെ സ്പോട്ടായ പെഹൽഗാമിലേക്ക് പോവാൻ റെഡിയായി ഇറങ്ങി. അവിടെ ഉണ്ടാവുന്ന പൂക്കളുടെ വിത്തുകൾ വേണോന്നാണ് പുള്ളി ചോദിച്ചത്. അത് സെയിൽ ചെയ്യുന്ന ആളാണ്. നമ്മുടെ നാട്ടിൽ ഇതൊന്നും ഉണ്ടാവാൻ വലിയ ചാൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാനൊന്നും വാങ്ങിയില്ല. ദാൽ ലേക്കില് ഇതുപോലെ ഒരുപാട് സാധനങ്ങൾ വഞ്ചിയിൽ കൊണ്ട് നടന്ന് സെയിൽ ചെയ്യുന്നുണ്ട്. ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ആണത്. അപ്പോഴേക്കും ഹൗസ് ബോട്ടിന്റെ ആളവിടെ വന്നു. എനിക്ക് പോകാനായിട്ടുള്ള ശിക്കാരയൊക്കെ അറേഞ്ച് ചെയ്ത് തന്നു. കാശ്മീരിലെ മെയിൻ ഒരു ഐറ്റമാണ് കാശ്മീരി കാവ. അത് ഒരു ടൈപ്പ് ഓഫ് ടീ ആണ്. അവരുടേതായ കുറച്ച് ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ടീ ആണ്. ടൂറിസ്റ്റുകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ഇതുപോലെ ശിക്കാരിയിൽ പോകുമ്പോൾ ഫ്ലവേഴ്സ്, കാശ്മീരി കാവ, പിന്നെ അവിടുത്തെ പരമ്പരാഗതമായിട്ടുള്ള ലേഡീസ് ഡ്രസ്സുകളൊക്കെ ഉണ്ട്. അതൊക്കെ ആയിട്ട് ഇവർ വരും. നമുക്കതൊക്കെ ആയിട്ട് ഫോട്ടോസ് ഒക്കെ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ റീൽസ് ഒക്കെ ചെയ്യാം. അത് എനിക്കൊരു ആഗ്രഹമായിരുന്നു. ബട്ട് ഞാൻ ചെന്നപ്പോൾ ഒരുത്തനും വന്നില്ല ഡ്രസ്സും കൊണ്ട്. പിന്നെ അവസാനം ഞാൻ എന്റെ ഡ്രസ്സിൽ തന്നെ ഒരു ഫോട്ടോഷൂട്ടൊക്കെ അങ്ങ് നടത്തി. ഗാർഡ് നമ്പർ 9 ചെന്നിറങ്ങി. അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അത്ര നല്ല ഹോട്ടൽസ് ഒന്നുമില്ല. ആകെ ഒരെണ്ണം ഉള്ളത് തലേന്ന് നൈറ്റ് പോയതാണ്. അന്യായ റേറ്റ് ആണ്. അതുകൊണ്ട് ഗാർഡ് നമ്പർ 1 വരെ നടക്കാൻ തീരുമാനിച്ചു. ഈ ഷിക്കാരാസ് ഒക്കെ ഇങ്ങനെ വരി വരിയായിട്ട് കിടക്കുന്നതാണ്, നല്ല ഭംഗിയുണ്ടല്ലേ. നമ്മുടെ ഊബർ ടാക്സി ഒക്കെ പോലെ ഊബർ ഷിക്കാരയുണ്ട് കേട്ടോ അവിടെ. അങ്ങനെ ദാൽ ലേക്കിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് പതുക്കെ അങ്ങ് നടന്നു. ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നി ഇത് കാശ്മീരാണോ അതോ വല്ല പട്ടിക്കാടാണോ എന്ന്. ആ ലേക്കിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഒട്ടുമിക്ക ഷോപ്പുകളും ഞാൻ നോക്കുമ്പോഴെല്ലാം ക്ലോസ്ഡ് ആണ്. അങ്ങനെ ഞാനൊരു ലണ്ടൻ ഡ്രീംസ് കണ്ടുപിടിച്ചു. പ്യുവർ വെജ് ആണ്, എന്നാലും കുഴപ്പമില്ല. ആദ്യത്തെ 3 ദിവസം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് അവിടെ തന്നെയാണ്. ചോലെ ഭട്ടൂര തന്നെയാണ് കഴിച്ചത് ഡെയിലി. ബട്ട് കുഴപ്പമില്ല, അത്യാവശ്യം ടേസ്റ്റിയൊക്കെ ആയിരുന്നു. എന്റെ ഒരു ഫ്രണ്ടാണ് ട്രിപ്സ് ഗോയുടെ കോൺടാക്ട് നമ്പർ തന്നത്. വൈകിട്ടേ റൂംസ് അവൈലബിൾ ആവുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് എന്റെ ലഗേജ് ഇവരുടെ ഓഫീസിൽ വെച്ചിട്ടാണ് ഞാൻ പെഹൽഗാം പോയത്. അവിടുന്ന് ടൂറിസ്റ്റ് ടാക്സി സെന്ററിൽ ചെന്നിട്ട് അനന്ത്നാഗിലേക്ക് പോവാൻ ഷെയർ ടാക്സി എടുത്തു. 120 വെച്ചിട്ടാണ് ഒരാൾക്ക്. അനന്ത്നാഗ് ചെന്ന് അവിടുന്ന് നെക്സ്റ്റ് ഷെയർ ടാക്സി എടുത്തിട്ട് വേണം പെഹൽഗാമിലേക്ക് പോവാൻ. ബാക്കിലിരിക്കുന്ന 2 പേരായിട്ട് കമ്പനിയായി. അവരാണ് ഇടയ്ക്കൊരു സ്പോട്ടിൽ നിർത്തിയപ്പോൾ ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്തത്. ഫ്രണ്ടിലിരുന്ന ആ ഉണ്ടക്കണ്ണന്റെ നോട്ടം അത്ര ശരിയൊന്നും അല്ലായിരുന്നു. പിന്നെ ഭാഗ്യത്തിന് ഞാൻ റൂൾസ് ഒന്നും എടുക്കേണ്ടി വന്നില്ല. പെട്ടെന്ന് ക്ലൈമറ്റ് ഒക്കെ ചേഞ്ച് ആയി, മഞ്ഞ് പെയ്യാൻ തുടങ്ങി. സ്നോഫാൾ കിട്ടണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും ഒക്കെ തന്നെയാണ് പോയത്. ബട്ട് ഫസ്റ്റ് ഡേ തന്നെ ആ ഒരു എക്സ്പീരിയൻസ് കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു. അത്തിപ്പഴം പഴുത്തപ്പോ കാക്കയ്ക്ക് വായ്പുണ്ടെന്ന് കേട്ടിട്ടില്ലേ, ആ ഒരു അവസ്ഥയായിരുന്നു. അത്ര ആഗ്രഹിച്ചിരുന്ന് സ്നോഫാൾ കിട്ടിയിട്ട് അത് ജസ്റ്റ് വണ്ടിയിലിരുന്ന് ഇങ്ങനെ കാണാം എന്നല്ലാതെ ഇറങ്ങി ഒന്ന് എൻജോയ് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിൽ വണ്ടിയിൽ ലോക്കായി പോയി. സ്പോട്ട് എത്താതെ അവർ വണ്ടി നിർത്തത്തില്ല. അവസാനം അനന്ത്നാഗ് എത്തുന്നതിന് മുന്നേ തന്നെയുള്ള ഒരു സ്പോട്ടിൽ അവർ നിർത്തി തന്നു. ഇവിടെ നിന്നും പെഹൽഗാം പോകാനായിട്ടുള്ള ടാക്സി കിട്ടുമെന്നാണ് അവർ പറഞ്ഞത്. ഇനി അവിടെ നിന്ന് അടുത്ത ഷെയർ ടാക്സി ഒക്കെ പിടിച്ച് പെഹൽഗാം ചെല്ലുമ്പോഴേക്കും സ്നോഫാൾ ഒക്കെ പോയിട്ടുണ്ടാവും എന്ന് മനസ്സിലായി. അതുകൊണ്ട് കിട്ടിയ ടൈമിൽ അവിടെ വെച്ച് തന്നെ സ്നോഫാൾ മാക്സിമം എൻജോയ് ചെയ്തു. ആദ്യമായിട്ട് സ്നോ കാണുന്നതിന്റെ എല്ലാ എക്സൈറ്റ്മെന്റും ഉണ്ടായിരുന്നു. ഇത്രയും തണുപ്പൊക്കെ താങ്ങാനുള്ള ഒരു കപ്പാസിറ്റി എനിക്ക് ഉണ്ട് എന്ന് ഞാൻ അന്നാണ് മനസ്സിലാക്കിയത്. കാരണം കാറിൽ AC ഒന്ന് ഫുള്ളിൽ ഇട്ടാൽ പോലും അവിടെ ഇരുന്ന് വിറയ്ക്കുന്ന ഒരു ടൈപ്പാണ് ഞാൻ. ഒരുപാട് നേരം മഞ്ഞിലൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇടയ്ക്കൊരു വിറവലൊക്കെ വന്നായിരുന്നു. 3 ലെയർ ഡ്രസ്സിങ് ചെയ്തോണ്ടാവാം മേ ബി ഒരുപാട് തണുപ്പൊന്നും അങ്ങനെ ഏൽക്കാതിരുന്നത്. കാശ്മീർ എത്തിയപ്പോൾ മുതൽ തെർമൽസ്, ഫ്ലീസ്, നോർമൽ ഡ്രസ്സ് പ്ലസ് ജാക്കറ്റ്, അങ്ങനെയായിരുന്നു ഡ്രസ്സിങ്. എന്റെ ലൈഫിലെ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു അത്. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡേ ഇനി ലൈഫിൽ ഉണ്ടാവൂ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇനി എപ്പോഴെങ്കിലൊക്കെ ഇതുപോലെ സ്നോഫാൾ കിട്ടിയ പോലും ഫസ്റ്റ് സ്നോഫാൾ, ഈ ഒരു എക്സ്പീരിയൻസ് ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. അവിടെ നിന്ന് ട്രൈപോഡ് വാങ്ങിച്ചത് എനിക്ക് ശരിക്കും യൂസ് ആയിരുന്നു. കുറെ സെൽഫി വീഡിയോസ് ഒക്കെ എനിക്ക് സ്വന്തമായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റി. ആ റോഡ് സൈഡിൽ തന്നെ ഒരു ഗാർഡൻ ഉണ്ടായിരുന്നു. അത് കണ്ട് എല്ലാവരും ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് അതിന്റെ ഉള്ളിലേക്ക് പോയി. അത് കണ്ട് കൂടെ ഞാനും പോയി. പിന്നെ ഏകദേശം 1 മണിക്കൂറോളം അതിന്റെ ഉള്ളിൽ തന്നെയായിരുന്നു കലാപരിപാടികൾ. ഞാൻ ഒരുമാതിരി ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്ന പോലെ ഒരു അവസ്ഥയിലായിരുന്നു. അതുപോലെ പാറി പറന്നിങ്ങനെ നടക്കുമായിരുന്നു. ഒരുപാട് ആഗ്രഹിക്കുകയും സ്വപ്നം കാണുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല. നമുക്കതൊക്കെ സാധിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു എഫേർട്ട് നമ്മുടെ ഭാഗത്തുനിന്നും കൂടെ അതിലുണ്ടാവണം. ആ ഒരു മൈൻഡ് സെറ്റ് ട്രാവൽ ചെയ്യുന്ന കാര്യത്തിലും കൂടെ നമുക്ക് വേണം.
കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ ട്രാവൽ ചെയ്യണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ നമ്മൾ ചില കാര്യങ്ങളിലൊക്കെ കുറച്ച് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അതിപ്പോൾ ഫുഡ് ആണെങ്കിലും ഉറക്കമാണെങ്കിലും ചില സിറ്റുവേഷൻസിൽ കുറച്ച് വൃത്തിയാണെങ്കിലും ഒക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ക്യാഷ് അധികം ഉള്ളവർക്ക് കുറച്ച് ഹൈ ക്ലാസ്സിലൊക്കെ പോവാട്ടോ. ഞാൻ എന്നെ പോലെ ലോ ബഡ്ജറ്റിൽ ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ കാര്യമാണ് പറഞ്ഞത്. ട്രാവൽ ചെയ്യണം ബട്ട് പൈസ ഇല്ല എന്നാൽ ഞാൻ എന്റെ കംഫർട്ട് സോണിൽ നിന്ന് ഇറങ്ങി വരത്തുമില്ല എന്ന് പറഞ്ഞിരിക്കുന്നവർ അങ്ങനെ ഇരിക്കലേ ഉണ്ടാവുള്ളൂ. കുറച്ചുനാൾ അങ്ങനെയൊക്കെ ഇരുന്നതിന് ശേഷമാണ് ഈ പോകുന്ന കാലവും ഈ സമയവും ഒന്നും തന്നെ എനിക്ക് ഇനി തിരിച്ചു കിട്ടില്ല എന്നുള്ള നഗ്ന സത്യം മനസ്സിലാക്കി ഞാൻ ഈ തെണ്ടിത്തിരിയാൻ ഇറങ്ങിയത്. എത്ര ഏജ് ആയി എന്ന് പറഞ്ഞാലും എല്ലാവരുടെ ഉള്ളിലും ഒരു കുട്ടി ഉണ്ടാവില്ലേ? കാണാത്തതൊക്കെ കാണുകയും കിട്ടുകയൊക്കെ ചെയ്യുമ്പോൾ കൗതുകത്തോടെ തുള്ളിച്ചാടുന്ന ഒരു കുഞ്ഞുകുട്ടി. അങ്ങനെ എന്റെ ഉള്ളിലെ കുട്ടിയെ ഞാൻ തുറന്നു വിട്ട കാഴ്ചയാണ് കാണുന്നത്. പെട്ടെന്നായിരുന്നു ഒരു ആഗ്രഹം മഞ്ഞ് തിന്നാൻ. ആഗ്രഹങ്ങളൊന്നും നമ്മൾ വെച്ചോണ്ടിരിക്കരുത്. പിന്നെ ഒന്നും നോക്കിയില്ല. ആ ചെടിയുടെ മേളിൽ വീണ് നല്ല ഫ്രഷ് മഞ്ഞ് വാരി വായിൽ വെച്ചു. ആദ്യമായിട്ട് മഞ്ഞ് കണ്ടതിന്റെ എക്സൈറ്റ്മെന്റിൽ ഞാൻ ശരിക്കും ഒരു വട്ട് പിടിച്ച അവസ്ഥയിലായിരുന്നു. ആഹാ അടിപൊളി, ആ കൊതി അങ്ങ് മാറിക്കിട്ടി. അവിടെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തിരുന്നു. പിന്നെ വേഗം അവിടെ നിന്ന് ഇറങ്ങി ഷെയർ ടാക്സി പിടിച്ച് 50 രൂപ കൊടുത്തിട്ട് അനന്തനാഗ് ചെന്നിറങ്ങി. അവിടുന്ന് പെഹൽഗാമിലേക്ക് അടുത്ത ഷെയർ ടാക്സി പിടിച്ചു. 100 രൂപയായിരുന്നു ഒരാൾക്ക്. കാശ്മീർ വരുന്ന എല്ലാവരും തന്നെ പോകുന്ന 3 സ്ഥലങ്ങളാണ് ഗുൽമർഗ്, സോൻമർഗ്, പെഹൽഗാം. ബട്ട് ഈ ഒരു സീസണിൽ എല്ലായിടവും സെയിം തന്നെയാണ്, മഞ്ഞ് മഞ്ഞ് മഞ്ഞ്, അല്ലാതെ വേറെ ഒന്നും തന്നെ ഇല്ല. ഗുൽമർഗിലെ ഗൊണ്ടോല കേബിൾ കാർ റൈഡ് മസ്റ്റ് ആയിട്ടും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഗുൽമാർഗ് പ്ലസ് പെഹൽഗാം ആണ് ഞാൻ ഓപ്റ്റ് ചെയ്തത്. പിന്നെ ശ്രീനഗറിലെ ലോക്കൽ സൈറ്റ് സീയിങ്ങും. സോൻമാർഗ് ഞാൻ എന്റെ ഐറ്റിനറിയിൽ നിന്ന് കട്ട് ചെയ്തു. പെഹൽഗാമിലേക്ക് പോകുന്ന വഴി ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ലാസ്റ്റ് കയറിയ ടാക്സിയിൽ കുറച്ച് മലയാളി പയ്യന്മാർ അവിടെ നിന്ന് കയറിയിരുന്നു. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഫ്രണ്ടിൽ ഇരുന്നുകൊണ്ട് അവരോട് അത്ര കമ്പനിയൊന്നും ആയില്ല. അങ്ങനെ പെഹൽഗാം എത്താറായി. റോഡ് നല്ല സ്ലിപ്പറി ആയിരുന്നു. ചില വണ്ടികളൊക്കെ സ്കിഡായിട്ട് പോകുന്നുണ്ടായിരുന്നു. ഞാൻ പോയ വണ്ടിയുടെ വീലില് ചെയിൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ കയറിപ്പോയി. ഈ ടാക്സി നമ്മളെ പെഹൽഗാമിൽ ഡ്രോപ്പ് ചെയ്യുള്ളൂ. അവിടുന്ന് മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടുകളിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ വേറെ ടാക്സി എടുക്കണം. അത് ഷെയർ ടാക്സി അല്ല, അവിടുത്തെ യൂണിയൻ ടാക്സിയാണ്. ഫിക്സഡ് റേറ്റ് ആണ്. ബട്ട് ഈ ഒരു സ്നോ സീസണിൽ അവിടെ എല്ലാ സ്പോട്ടും ഏകദേശം ഒരുപോലെ തന്നെയാണ് കാണാൻ. സ്നോഫാളൊക്കെ എൻജോയ് ചെയ്ത് ഞാനവിടെ എത്തിയപ്പോൾ തന്നെ 4:30 മണിയായി. പിന്നെ അവിടെ നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് കൂടെ പോകാനുള്ള ഒരു ടൈം ഇല്ലായിരുന്നു. ആരു വാലി, ബേതാബ് വാലി, ചന്ദൻ വാലി, ഇത് മൂന്നുമാണ് അവിടുത്തെ മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടുകൾ. പിന്നെ അവിടെ തൊട്ടടുത്ത് തന്നെ മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന ബേസറൻ വാലി ഉണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് നടന്നു കയറാം, അല്ലെങ്കിൽ പോണി റൈഡ് എടുക്കാം. സ്നോ വീണ് നല്ല സ്ലിപ്പറി ആയിരുന്നുകൊണ്ട് ഞാൻ ഈ 2 റിസ്കും എടുക്കാൻ നിന്നില്ല. ലഞ്ച് കഴിക്കാതിരുന്നുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. അവിടുന്ന് ചിക്കൻ ടിക്ക, ബീഫ് ടിക്ക അതൊക്കെ വാങ്ങി കഴിച്ചു. അതിന്റെ കൂടെ സൈഡായിട്ട് തന്നതാണ് കുബൂസ് പോലത്തെ ഐറ്റം. നല്ല ഭംഗിയുള്ള ഒരു മോസ്ക് ഉണ്ട് അവിടെ. പെഹൽഗാം നമുക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് കാണാൻ പറ്റുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ വരുമ്പോഴാണ്. ഈ മഞ്ഞൊക്കെ പോയി നല്ല ഗ്രീനറി ആയിട്ട് നിൽക്കുന്ന ഒരു ടൈമാണിത്. ഞാൻ കുറച്ചു നേരം ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുത്ത് അവിടെ അങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നടന്നു. രാവിലെ ശ്രീനഗറിൽ ഹൗസ് ബോട്ടിൽ നിന്ന് ചെക്ക്ഔട്ട് ചെയ്ത് ട്രിപ്സിഗോയുടെ ഓഫീസിൽ എന്റെ ലഗേജ് വെച്ചിട്ടാണല്ലോ ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നത്. രാവിലെ റൂംസ് അവൈലബിൾ അല്ലായിരുന്നു. ഈവനിങ് ആരോ ചെക്ക്ഔട്ട് ചെയ്യും, അപ്പോൾ റൂം സെറ്റാക്കി തരാമെന്നാണ് അവരെന്നോട് പറഞ്ഞിരുന്നത്. ഈവനിങ് അവർ അപ്ഡേറ്റ് ചെയ്തിരുന്നു, റൂംസ് അവൈലബിൾ ആണ്, ചെന്നോളാൻ പറഞ്ഞു. ഇവിടെ നിന്ന് തിരിച്ച് ശ്രീനഗറിലേക്ക് പോകാൻ നൈറ്റ് ആണെങ്കിലും ഷെയർ ടാക്സി അവൈലബിൾ ആണ് എന്നുള്ളൊരു ധാരണയിലാണ് ഞാൻ കുറച്ചധികം ടൈം അവിടെ സ്പെൻഡ് ചെയ്തത്. പെട്ടെന്നാണ് ഇരുട്ടായത്. 6:30-7 മണിയൊക്കെ ആയി. ടാക്സി വരുന്നിടത്ത് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് 6:30 മണിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് ഷെയർ ടാക്സീസ് അവൈലബിൾ അല്ല. പിന്നെ അവിടുത്തെ യൂണിയൻ ടാക്സി വിളിച്ചിട്ട് വേണം നമ്മൾ പോകാൻ. അത് നല്ല റേറ്റ് വരും. അന്ന് അവിടെ സ്റ്റേ ചെയ്തിട്ട് രാവിലെ ശ്രീനഗർ പോവാം എന്ന് വിചാരിച്ചാലും സ്റ്റേ ഒക്കെ അത്യാവശ്യം കോസ്റ്റ്ലി ആണ് അവിടെ. പിന്നെ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന ആ ഒരു ഓർഡർ ആകെ തെറ്റുകയും ചെയ്യും. അതുകൊണ്ട് എങ്ങനെയാണെങ്കിലും തിരിച്ച് ശ്രീനഗർ എത്തണം എന്ന് തന്നെ വിചാരിച്ചു. എന്തോ ഭാഗ്യത്തിന് അവിടെ ഓട്ടം വന്നിട്ട് തിരിച്ചു പോകുന്ന ഒരു ടാക്സി കിട്ടി. എന്നെപ്പോലെ പെട്ടു നിൽക്കുന്ന വേറെ ആളുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് ഷെയറിംഗിൽ പെർ ഹെഡ് 500 കൊടുത്തിട്ട് പോകാൻ പറ്റി. ശ്രീനഗർ എത്തി. നൈറ്റ് ഫുഡൊന്നും കഴിച്ചില്ല. ഈവനിങ് കഴിച്ചുകൊണ്ട് വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ട്രിപ്സിഗോ ഹോം സ്റ്റേയിലാണ് ഞാൻ ബാക്കി 3 ദിവസം സ്റ്റേ ചെയ്തത്. റൂമൊക്കെ നൈസായിരുന്നു. ബെഡ് ഹീറ്ററും ഗീസർ ഫെസിലിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. പെർ ഡേ 900 വെച്ചിട്ടായിരുന്നു. ബട്ട് അവൈലബിലിറ്റി അനുസരിച്ച് 700 തൊട്ടും അവിടെ റൂംസ് ഉണ്ട്. ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിറ്റേന്ന് ശ്രീനഗർ ലോക്കൽ സൈറ്റ് സീയിങ് ആയിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ വേഗം കിടന്നുറങ്ങി. നെക്സ്റ്റ് ഡേ മോർണിംഗ് റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് 2 വീലർ റെന്റിന് എടുക്കാനായിട്ട് ഒരു ഷോപ്പിൽ ചെന്നു. 700 ആണ് സ്കൂട്ടിക്ക് റെന്റ് വരുന്നത്. ഇന്ന് എടുത്തിട്ട് നാളെ കൊടുക്കുന്ന സ്കീമൊന്നും അവിടെ ഇല്ല. എപ്പോൾ എടുത്താലും ഈവനിങ് ഒരു 6:30 ഒക്കെ ആവുമ്പോൾ വണ്ടി കൊടുക്കണം. ബട്ട് അയാൾ അതെന്നോട് പറഞ്ഞിരുന്നില്ല. 2 നോർത്ത് ഇന്ത്യൻ ഗേൾസും ഒരു ബോയും ഇതുപോലെ ലോക്കൽ സൈറ്റ് സീയിങ്ങിന് 2 വീലർ എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അവരുടെ കൂടെ ഷെയറിംഗിലാണ് 2 വീലർ എടുത്തത്. ശ്രീ ശങ്കരാചാര്യ ടെമ്പിളിലാണ് ആദ്യം പോകുന്നത്. ആ ലേക്കിന്റെ അടുത്ത് തന്നെയുള്ള ഒരു കുന്നാണ് ശ്രീ ശങ്കരാചാര്യ ഹിൽസ്. സീ ലെവലിൽ നിന്ന് 1100 ഫീറ്റ് മുകളിൽ അവിടെയാണ് ഈ ടെമ്പിൾ ഉള്ളത്. ഈ ടെമ്പിൾ ബിൽഡ് ചെയ്തത് 200 BC-യിൽ അശോക ചക്രവർത്തിയുടെ മകനായ ജലുക്കയാണ്. ഇതൊരു ലോർഡ് ശിവ ടെമ്പിൾ ആണ്. ആദി ശങ്കരാചാര്യർ ഇവിടെ വന്ന് ധ്യാനം ചെയ്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ കാലങ്ങൾക്ക് ശേഷം ശ്രീ ശങ്കരാചാര്യ ടെമ്പിൾ എന്നിതറിയപ്പെടാൻ തുടങ്ങി.
ഏകദേശം 250ഓളം സ്റ്റെപ്പുകൾ കയറിയിട്ട് വേണം നമുക്ക് മുകളിലെത്താൻ. ഒറ്റ സ്ട്രെച്ചിൽ ഓടി കയറാൻ നോക്കിയാൽ നല്ല ടയേർഡാവും. ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ നിന്ന് പതുക്കെ അങ്ങ് കയറി. ടെമ്പിളിന്റെ ഉള്ളിലേക്ക് വീഡിയോഗ്രാഫി അലൗഡ് അല്ല. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല രീതിയിൽ തന്നെ തൊഴാൻ പറ്റി. നമ്മുടെ ഇവിടുത്തെ പോലെയൊന്നും അല്ല കേട്ടോ. അകത്ത് കയറി ശിവലിംഗമൊക്കെ തൊട്ട് തൊഴുത് നമുക്ക് തന്നെ അഭിഷേകമൊക്കെ ചെയ്തു പോരാം. ആ കുന്നിന്റെ മുകളിൽ നിന്ന ശ്രീനഗറിന്റെ ഒരു 360 ഡിഗ്രി വ്യൂ ആണ് കിട്ടുന്നത്. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഇവരാണ് ടൂ വീലർ എടുത്തപ്പോൾ എന്റെ കൂടെ വന്നിരുന്നത്. അവിടെ നിന്ന് ഇറങ്ങി ദാൽ ലേക്കിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അടുത്ത സ്പോട്ടിലേക്ക് പോയി. ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ് പോയത്. ചഷ്മ ഷാഹി ഗാർഡൻ എന്നും പറയും. എൻട്രി ഫീസ് 10 രൂപയുള്ളൂ. ഈ ഗാർഡൻ ഒക്കെ സ്പ്രിംഗ് സീസണിൽ കാണാൻ നല്ല കളർഫുൾ ആയിരിക്കും. വിന്റർ ആയതുകൊണ്ട് ഒരുപാടൊന്നും കാണാൻ അവിടെ ഇല്ലായിരുന്നു. അധിക ടൈമൊന്നും അവിടെ സ്പെൻഡ് ചെയ്തില്ല. അവിടെ നിന്ന് അടുത്ത സ്പോട്ടിലേക്ക് പോകുന്ന വഴി കുറച്ചു നേരം ദാൽ ലേക്കിന്റെ ഭാഗത്ത് ഇറങ്ങി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ജാക്കറ്റ് ഊരി മാറ്റിയതുകൊണ്ട് നല്ല തണുപ്പുണ്ടായിരുന്നു. ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് വഴി തെറ്റി വേറൊരു വാക്വേയിൽ ചെന്ന് കയറി. ബട്ട് അവിടുത്തെ വ്യൂ അടിപൊളിയായിരുന്നു. പിന്നെ അവിടെ നിന്ന് നേരെ മുഗൾ ഗാർഡന്റെ അവിടെ ചെന്നു. ആ ഗാർഡന്റെ ഓപ്പോസിറ്റ് ചെറിയൊരു മാർക്കറ്റ് പോലെ ഉണ്ടായിരുന്നു. കുറച്ചു നേരം അവിടെ കറങ്ങി നടന്നു, ചായയൊക്കെ കുടിച്ചു, പിന്നെ ഒരു ക്യാപ്പ് വാങ്ങിച്ചു. പിന്നെ മുഗൾ ഗാർഡനിലേക്ക് പോയി. ഏകദേശം ഉച്ച കഴിഞ്ഞിരുന്നു. ചെറിയ വെയിലുണ്ടായിരുന്നു, അതുകൊണ്ട് തണുപ്പ് ഇത്തിരി കുറഞ്ഞു. ഈ ഗാർഡന്റെ ഓപ്പോസിറ്റ് ദാൽ ലേക്കാണ്. ഗാർഡന്റെ ബാക്ക് സൈഡിൽ വലിയ കുന്നുകളുണ്ട്. സ്പ്രിംഗ് സീസണിൽ ഇവിടെ വരുവാണെങ്കിൽ കുറച്ചുകൂടെ പച്ചപ്പും ഹരിതാഭയൊക്കെ ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കാണാൻ പറ്റും. അപ്പോഴാണ് കാശ്മീരി ഡ്രസ്സിൽ അവിടെ കുറച്ച് പേര് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്ന കണ്ടേ. അവിടെ കുറേ ഡ്രസ്സൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. ഫോട്ടോഗ്രാഫേഴ്സും ഉണ്ട്. ഷിക്കാരിയിൽ വെച്ച് മിസ്സായെങ്കിലും ആ ആഗ്രഹം ഇവിടെ അങ്ങ് നടത്താമെന്ന് വിചാരിച്ചു. 350 സംതിങ് ആയിരുന്നു ഡ്രസ്സും ഫോട്ടോഗ്രാഫിയും എല്ലാം കൂടെ. ഡ്രസ്സ് മാത്രം മതിയെങ്കിൽ അങ്ങനെയും കിട്ടും. നമുക്ക് ഫോണിൽ തന്നെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാവുന്നതാണ്. ഞാൻ അയാളെ കൊണ്ട് ക്യാമറയിൽ കുറച്ച് പിക്സ് ഒക്കെ എടുപ്പിച്ചു. ബട്ട് എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല. പിന്നെ വേറൊരു ഫോട്ടോഗ്രാഫർ വന്നിട്ട് എനിക്ക് എന്റെ ഫോണിൽ തന്നെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു തന്നു. അത് ഇഷ്ടപ്പെട്ടു. ഇതാണ് ഞാൻ പറഞ്ഞ ഫോട്ടോഗ്രാഫർ, ഉമർ ബ്രോ. ആൾ അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല കോമഡി ആയിരുന്നു. പിന്നെ ഞാനൊരു ട്രൈപോഡും റിമോട്ടൊക്കെ വെച്ചിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു കുഞ്ഞു മാമ അവിടെ നിന്ന് പമ്മി പമ്മി വന്ന് എന്റെ ട്രൈപോഡിൽ പിടുത്തം വീണത്. അവൻ എന്നെ ഡിസ്റ്റർബ് ചെയ്യാണെന്ന് വിചാരിച്ച് അവന്റെ മമ്മി വന്ന് കുറേ വിളിച്ചു. ബട്ട് അവൻ എന്റെ അടുത്തുനിന്ന് പോകുന്നേ ഇല്ലായിരുന്നു. ഒരു നോർത്ത് ഇന്ത്യൻ ഫാമിലി ആയിരുന്നു കേട്ടോ. ബട്ട് ഭയങ്കര സ്നേഹമായിരുന്നു. അവനാണെങ്കിലും പെട്ടെന്ന് എന്നോട് കൂട്ടായി. ഇതുപോലെ ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടുന്ന മൊമെന്റ്സ് ആണ് ഓരോ യാത്രകളെയും അത്രയും ബ്യൂട്ടിഫുൾ ആക്കുന്നത്. കുറച്ചു നേരം ഉമറിനോട് സംസാരിച്ച് അവിടെ നിന്നിട്ട് പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. സന്ധ്യാവാൻ തുടങ്ങിയിരുന്നു. അപ്പൊ തന്നെ പുറത്തിറങ്ങിയിട്ട് ദാൽ ലേക്കിന്റെ ഭംഗി നോക്കി കുറെ നേരം അവിടെ നിന്നു. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് അടുത്ത സ്പോട്ടിലേക്ക് പോയി. ഹസ്രത് ബാൽ ഷ്രൈൻ ആണ് അടുത്ത സ്പോട്ട്. കാശ്മീരിലെ മെയിൻ ആയിട്ടുള്ള ഫ്രൈഡേ മാർക്കറ്റാണിത്. ഈ മാർക്കറ്റിന്റെ ഉള്ളിലൂടെ വേണം നമ്മൾ ഹസ്രത് ബാൽ ഷ്രൈനിലേക്ക് പോവാൻ. എല്ലാ ഐറ്റംസും തന്നെ നല്ല റീസണബിൾ ആയിട്ട് കിട്ടുന്ന ഒരു മാർക്കറ്റാണ്. സത്യം പറഞ്ഞാൽ അവിടെ ഇല്ലാത്ത ഒന്നും തന്നെ ഇല്ല. പക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തത് ഈ സംഭവമാണ്. ഭയങ്കര ടേസ്റ്റി ആയിരുന്നു കേട്ടോ. നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണത്. പൊതുവെ മധുരത്തിനോട് ഭയങ്കര താല്പര്യമുള്ള എനിക്ക് അത് വളരെ ഇഷ്ടമായി. ആ എണ്ണയിൽ വറുത്ത് കോരുന്നതിന്റെ ഉള്ളിൽ സ്റ്റഫിങ് ചെയ്യുന്നത് കുറച്ച് സ്വീറ്റ് ആയിട്ടുള്ള ഹൽവ പോലെ ഒരു സംഭവമാണ്. ഞാൻ ദർഗയിലൊക്കെ പോയിട്ട് റിട്ടേൺ വന്നപ്പോഴാണ് അത് വാങ്ങി കഴിച്ചത്. നല്ല ടേസ്റ്റി ആയിരുന്നു. ഒന്നും വാങ്ങുന്നില്ലെങ്കിലും ചുമ്മാ എല്ലാം കണ്ട് അതിന്റെ വിലയൊക്കെ തിരക്കി മാർക്കറ്റിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കാൻ ഒരു രസമൊക്കെ ഉണ്ടായിരുന്നു. അവിടുത്തെ മെയിൻ ഫുഡ് ഐറ്റംസ് എല്ലാം തന്നെ ആ മാർക്കറ്റിൽ അവൈലബിൾ ആയിരുന്നു. നേരത്തെ കണ്ട സ്വീറ്റ് എല്ലാ ഷോപ്പിലും ഉണ്ട്. എനിക്കാണെങ്കിൽ കൊതി വന്നിട്ട് വയ്യായിരുന്നു. ഞാൻ റിട്ടേൺ വരുമ്പോൾ വാങ്ങിക്കാം എന്ന് വെച്ച് കൊതി ഇങ്ങനെ പിടിച്ചു വെച്ചേക്കായിരുന്നു. താമരത്തണ്ട് വെച്ചിട്ട് ഉണ്ടാക്കിയ അച്ചാറാണ് കേട്ടോ അത്. അവിടെ നിന്ന് അങ്ങനെ നടന്നു വരുമ്പോൾ 2 കാശ്മീരി ആന്റിമാരെ പരിചയപ്പെട്ടു. അവരും കുറെ സംസാരിച്ചു, കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. എല്ലാം ഒരു മെമ്മറിയാണ്. അവരുടെ കൂടെ ഒരു സെൽഫി ഒക്കെ എടുത്തിട്ട് പതുക്കെ അവിടെ നിന്ന് നടന്നു. മാർക്കറ്റിന്റെ ഈ ഭാഗത്ത് ധാന്യങ്ങളും സ്പൈസസും ഒക്കെയാണ്. പല ടൈപ്പിലുള്ള തേയിലകൾ അവിടെ ഉണ്ട്. കാശ്മീരിലെ സ്പെഷ്യൽ ടീ ആയ കാശ്മീരി കാവ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന തേയിലിനെ പറ്റിയിട്ടാണ് പുള്ളി സംസാരിക്കുന്നത്. മാർക്കറ്റിലെ മറ്റു കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെ നടന്നു. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ആ മാർക്കറ്റ് ചെന്ന് അവസാനിക്കുന്നത് ഹസ്രത് ബാൽ ദർഗയുടെ എൻട്രൻസിലാണ്. ദാൽ ലേക്കിന്റെ തീരത്ത് തന്നെയാണ് ഈ ദർഗ വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആണ് കാണാൻ. സന്ധ്യ ആയതുകൊണ്ടാണോ എന്നറിയില്ല, അവിടെയുള്ള വലിയ മരങ്ങളുടെ മുകളിലൊക്കെ ഒരുപാട് പക്ഷികൾ വന്നിരിപ്പുണ്ടായിരുന്നു. ഈ പക്ഷികളെല്ലാം കൂടെ ചിലച്ച് ഭയങ്കര സൗണ്ട് ആയിരുന്നു അവിടെ. കുറച്ചു നേരം കൂടെ അവിടെയൊക്കെ കറങ്ങി നടന്നിട്ട് ഞാൻ പതുക്കെ പുറത്തേക്ക് ഇറങ്ങി. ഇരുട്ടായിരുന്നു അപ്പോഴത്തേക്കും. ഈ മാർക്കറ്റിൽ കൂടെ തന്നെ വേണം ടൂ വീലർ വെച്ചിരിക്കുന്നിടത്തേക്ക് തിരിച്ചു പോവാൻ. തിരിച്ചു വന്നത് മാർക്കറ്റിലെ ഫുഡ് സ്ട്രീറ്റിലൂടെയായിരുന്നു.
Gustaba. കാശ്മീരി വസ്വാന്റെ കൂടെ സെർവ് ചെയ്യുന്ന ഐറ്റംസ് ആണ് പുള്ളി കാണിച്ചു തന്നത്. നേരത്തെ പോയപ്പോ നോക്കി വെച്ചിട്ട് പോയ ഐറ്റം കണ്ടു, അത് വാങ്ങിച്ചു. തൂക്കത്തിനനുസരിച്ചിട്ടാണ് റേറ്റ് വരുന്നത്. ഞാൻ 50 രൂപയ്ക്കുള്ളതാണ് വാങ്ങിയത്. നല്ല ടേസ്റ്റ് ആയിരുന്നു. അവരത് ലൈവായിട്ട് ഉണ്ടാക്കുന്നത് കാണാനും നല്ല രസമായിരുന്നു. അവിടെ നിന്ന് അതൊക്കെ കഴിച്ചിട്ട് ഫൈനൽ സ്പോട്ടായ ലാൽ ചോക്കിലേക്ക് പോയി. ഈ ക്ലോക്ക് ടവർ ആണ് അവിടുത്തെ മെയിൻ ഒരു അട്രാക്ഷൻ. ഒരു യൂറോപ്യൻ സ്റ്റൈലില് ടൈൽസ് ഒക്കെ വിരിച്ച സ്ട്രീറ്റ് ആണത്. എല്ലാ ഐറ്റംസും റീസണബിൾ ആയിട്ട് വാങ്ങിക്കാവുന്ന ഒരു മാർക്കറ്റ് ഏരിയ കൂടെയാണത്. ഈവനിങ് വിളിച്ചിട്ടാണ് ടൂ വീലറുകാരൻ പറയുന്നത് സ്കൂട്ടി 6 മണിക്ക് കൊടുക്കണമെന്ന്. രാവിലെ സ്കൂട്ടി എടുത്ത ടൈമിൽ അത് പറയാഞ്ഞത് പുള്ളിയുടെ മിസ്റ്റേക്ക് ആയതുകൊണ്ട് തന്നെ 8 മണിയാകുമ്പോഴേ എത്തിക്കാൻ പറ്റുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. 8 മണിക്ക് തന്നെ സ്കൂട്ടി കൊടുത്തു. ഫുഡ് കഴിക്കാൻ വേറൊരു ഹോട്ടലിൽ കയറി. അവിടുത്തെ ഫുഡ് അത്രയ്ക്ക് പോരായിരുന്നു. ഫുഡ് കഴിച്ച് അവിടുന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് ഈ അങ്കിളിനെ പരിചയപ്പെടുന്നത്. ആള് കാശ്മീരി തന്നെയാണ്. അവിടെ നോൺ വെജ് ഒക്കെ കിട്ടുന്ന നല്ല ഫുഡ് സ്ട്രീറ്റ് ഖയാം ചോക്ക് ആണെന്ന് പുള്ളി പറഞ്ഞു തന്നു. എന്നാ പിന്നെ നെക്സ്റ്റ് ഡേ മുതൽ ഫുഡ് അവിടെ നിന്ന് തന്നെ കഴിക്കാമെന്ന് തീരുമാനിച്ചു. കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സിനോട് ബൈ പറഞ്ഞിട്ട് ഞാൻ റൂമിലേക്ക് പോയി. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.